ഉച്ചയ്ക്ക് 1 മണിക്ക് ബ്രേക്ക് ഇറങ്ങി ഞാനിതാ വീട്ടിലെത്തി. ഇനി 2 മണി വരെ സമയമുണ്ട്. 1 മണിക്കൂർ ലഞ്ച് ബ്രേക്കാണ്. ഇതെന്റെ ഡേ ഇൻ മൈ ലൈഫിലെ പാർട്ട് 4 ആണ്. ഇനി നേരെ വീട്ടിലെ അങ്കത്തട്ടിലേക്ക് പോവാം. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും കറികളൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിലൊരു മുട്ടയും കൂടെ പൊരിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കുഞ്ഞൂസും ചിപ്പിയൊക്കെ നാട്ടിലാണ്. മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയ ആവി ഇറക്കുന്ന ചൂട് ചോറും പിന്നെ ഞാൻ വന്നിട്ടുണ്ടാക്കിയ മുട്ട പൊരിച്ചതും ഇന്നലെ കലക്കി വെച്ച തൈരും മെനഞ്ഞാത്ത മീൻകറിയും ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു പിടി പിടിച്ചാൽ കിട്ടുന്നൊരു ഫീല് അതൊരു വേറെ ലെവലാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ നാടൻ ഫുഡ് തന്നെയാണ്. ഒരു മുട്ട പൊരിച്ചതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ചിപ്പിയും കുഞ്ഞസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഫുഡൊന്നും ഇപ്പോൾ ഉണ്ടാക്കാറില്ല. എന്തെങ്കിലും തട്ടിക്കൂട്ട് ഉടായ്പ ഫുഡ് ഉണ്ടാക്കി വയ്ക്കും. ഡ്യൂട്ടി ഉള്ള ദിവസം ഉച്ചയ്ക്ക് ഇതുപോലെ ഒന്ന് കഴിച്ചിട്ട് പോകും. പക്ഷെ ഈ ഒരു കോമ്പയിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതിനിപ്പോൾ എത്ര കുഴിമന്തി കഴിച്ചാലും ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞാലും ആ ഫീൽ കിട്ടൂല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം മൊബൈലിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് ഇനിയിപ്പം തിരിച്ച് ഡ്യൂട്ടിക്ക് പോവാണ്. ഭാഗ്യം പുറത്തിറങ്ങിയപ്പോൾ മഴയില്ല. ഇന്നും അത്യാവശ്യം നല്ല വെയിലാണ്. സാധാരണ ബ്രേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ മഴയൊക്കെ പെയ്യും. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. എൻ്റെ ഇവിടുത്തെ ഷിഫ്റ്റ് 12 അവർ ഷിഫ്റ്റാണ്. മോർണിംഗ് 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ഞാൻ വെളുപ്പാങ്കാലം 5 മണിക്ക് ഡ്യൂട്ടിക്ക് നടന്നു പോകുന്ന വഴികളാണ്. പാർട്ട് 1 കണ്ടവർക്ക് ഇതൊക്കെ മനസ്സിലാവും. അങ്ങനെ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ നമ്മുടെ അടുത്ത അംഗത്തിന് വേണ്ടി തട്ടകത്തിലെത്തും. ഇവിടെ ബാക്കി എല്ലാ സ്റ്റാഫിനും രാവിലെ 5 മണി തൊട്ട് 1:30 വരെ ഉള്ളൂ. ഞാൻ 12 അവർ ഷിഫ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ അംഗത്തട്ടിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒറ്റയ്ക്കുള്ള അംഗമാണ്. ഉച്ചയ്ക്ക് ബ്രേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുള്ള ഓർഡറിൻ്റെ ലിസ്റ്റൊക്കെ തന്നിട്ടാണ് ഹെഡ് ഷെഫ് പോകുന്നത്. അപ്പോൾ 5 മണിക്കുള്ളിൽ അതൊക്കെ തീർക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്നത്തെ എൻ്റെ പണി എന്ന് പറയുന്നത് കുറച്ച് പേസ്ട്രീസും പിന്നെ ഷോപ്പിലേക്കുള്ള കുറച്ച് കേക്കിൻ്റെ ഓർഡറുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് ചോക്ലേറ്റ് ഫഡ്ജ് പേസ്ട്രി, റെഡ് വെൽവെറ്റ് പേസ്ട്രിയാണ്. അതെല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഏത് ഷോപ്പിലേക്കാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന സാധനങ്ങളൊക്കെ നാളെ രാവിലെയാണ് ഡെലിവറി പോകുന്നത്. പേസ്ട്രി എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഇനി ബിസ്കോഫ് ഉണ്ടാക്കലാണ്. ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ ഐറിഷ് കേക്കുകളാണ്. ബട്ടർ ക്രീം ആയതുകൊണ്ട് എല്ലാം ഭയങ്കര മധുരമാണ്. നമ്മളെ മലയാളികൾക്കൊന്നും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ ഏകദേശം ഡ്യൂട്ടി കഴിയാൻ സമയമാവും. ഒരു 4 മണി വരെ ഞാൻ ആടി ഒലഞ്ഞിരിക്കും. 4 മണി കഴിഞ്ഞാൽ പിന്നെ പടപടയെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് 5 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.